എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദൈനംദിന ജീവിതത്തിലെ കുറച്ച് വാക്യങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. She said to Ramu, please bring my book. She said to Ramu. അവൾ രാമുവിനോട് പറഞ്ഞു. Please bring my book. ദയവായി എന്റെ പുസ്തകം കൊണ്ടുവരൂ. ഇനി ഇത് നമുക്ക് ഹിന്ദിയിലേക്ക് ആക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. അവൻ അല്ലെങ്കിൽ അവൾ, അതിന് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന വാക്ക് വ. ഈ വ എന്ന വാക്കിനൊപ്പം ഇവിടെ നേ ചേർക്കണം. കാരണം ഈ സെന്റൻസ് ഒരു പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് ആണ്. പറഞ്ഞു, പറയുക എന്നുള്ള ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ഫോം ആണ് പറഞ്ഞു. അപ്പോ അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ കർത്താടെ കൂടെ നേ ചേർക്കുക. ഇവിടെ കർത്ത വഹാണ്, അവളാണ്. അതിന്റെ കൂടെ നേ ചേർക്കുമ്പോ വ പ്ലസ് നേ ഉസ്നെ എന്നായി മാറുന്നു. ഉസ്നെ രാമുസെ, രാമുവിനോട് എന്ന് പറയുമ്പോ രാമു സെ. ഉസ്നെ രാമുസെ കഹ, പറഞ്ഞു. അവൾ രാമുവിനോട് പറഞ്ഞു എന്ന് പറയുമ്പോ ഇവിടെ കർമ്മില്ല. അപ്പൊ കർമ്മില്ലാത്തൊരു പാസ്റ്റ് സെന്റൻസ് ആണെങ്കിൽ അവിടെ ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത് പുല്ലിംഗ ഏകവചനത്തിന്റെ നിയമം അനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൾ രാമുവിനോട് പറഞ്ഞു, ഉസ്നെ രാമുസെ കഹ. അവിടെ കഹ എന്നുള്ളത് കഹി എന്നായി മാറില്ല. അവൾ രാമുവിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? പ്ലീസ് ബ്രിങ് മൈ ബുക്ക്. ദയവായി എന്റെ പുസ്തകം കൊണ്ടുവരൂ. ദയവായി എന്നുള്ളതിന് ഹിന്ദിയിൽ കൃപയ എന്നാണ് പറയുന്നത്. ഇനി എന്റെ പുസ്തകം എന്നുള്ളതിന് പുസ്തകം എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. അതുകൊണ്ട് തന്നെ മേരി കിതാബ്, എന്റെ പുസ്തകം മേരി കിതാബ്. ലായിയെ എന്നുള്ളതിനെ കൊണ്ടുവരൂ. കൃപയ മേരി കിതാബ് ലായിയെ. പ്ലീസ് ബ്രിങ് മൈ ബുക്ക്. ദയവായി എന്റെ പുസ്തകം കൊണ്ടുവരൂ. അടുത്ത നോക്കാം. He said to me, have a glass of milk. He said to me, അവൻ എന്നോട് പറഞ്ഞു, have a glass of milk. ഒരു ഗ്ലാസ് പാൽ കുടിക്കൂ. ഇനി അവൻ എന്നുള്ളതിന് വഹാണ്. അതിന്റെ കൂടെ നേ ചേരുമ്പോ ഉസ്നെ. എന്നോട് പറഞ്ഞു, എന്നോട് എന്ന് പറയുമ്പോ മേം പ്ലസ് സെ, മേം പ്ലസ് സെ മുജ്സെ. ഉസ്നെ മുജ്സെ പറഞ്ഞു, കഹ. ഉസ്നെ മുജ്സെ കഹ, അവൻ എന്നോട് പറഞ്ഞു. ഹാവ് എ ഗ്ലാസ് ഓഫ് മിൽക്ക്, ഒരു ഗ്ലാസ് പാൽ കുടിക്കൂ. ഒരു ഗ്ലാസ് എന്നുള്ളതിന് എക് ഗിലാസ്, പാൽ എന്നുള്ളതിന് ദൂത്, കുടിക്കൂ, പീജിയെ. എക് ഗ്ലാസ് ദൂത് പീജിയെ, ഒരു ഗ്ലാസ് പാൽ കുടിക്കൂ. ഉസ്നെ മുജ്സെ കഹ എക് ഗ്ലാസ് ദൂത് പീജിയെ. രാഹുൽ സെഡ് ടു നിത, ടേക്ക് മിൽക്ക് റെഗുലർലി. രാഹുൽ സെഡ് ടു നിത, ടേക്ക് മിൽക്ക് റെഗുലർലി. രാഹുൽ സെഡ് ടു നിത, സെഡ് ടു നിത എന്ന് പറയുമ്പോൾ നിതയോട് പറഞ്ഞു. രാഹുൽ നിതയോട് പറഞ്ഞു, ടേക്ക് മിൽക്ക് റെഗുലർലി, പതിവായി പാൽ കുടിക്കൂ. അപ്പൊ ഇത് ഹിന്ദിയിലേക്ക് എങ്ങനെ മാറ്റാം? രാഹുൽ ആണ് പറയുന്നത്, അപ്പൊ രാഹുലിന്റെ കൂടെ നമ്മൾ നേ ചേർക്കുക. രാഹുലിനെ. ആരോടാണ് പറയുന്നത്? നിത. അപ്പൊ നിതാസെ പറഞ്ഞു, കഹ. രാഹുലിനെ നിതാസെ കഹ, രാഹുൽ നിതയോട് പറഞ്ഞു. പതിവായി പാൽ കുടിക്കൂ. പതിവായി എന്നുള്ളതിന് നിയമിത്. ദൂത് പിയെ, പാൽ കുടിക്കൂ. നിയമിത് ദൂത് പിയെ, പതിവായി പാൽ കുടിക്കൂ. രാഹുലിനെ നിതാസെ കഹ നിയമിത് ദൂത് പിയെ. രാഹുൽ നിതയോട് പറഞ്ഞു, പതിവായി പാൽ കുടിക്കൂ. I said to Hari, don't pluck the flowers. I said to Hari, don't pluck the flowers. ഇവിടെ പറയുന്നത് ഐ ആണ്. ഐ സെഡ് ടു ഹരി, ഹരിയോട് പറഞ്ഞു. ഞാൻ ഹരിയോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന വാക്കിനൊപ്പമാണ് നേ ചേർക്കേണ്ടത്. ഞാൻ എന്നതിന് ഹിന്ദിയിൽ മേ, മേം പ്ലസ് നേ മേനെ. ഹരിയോട് എന്നുള്ളതിന് ഹരീസെ, പറഞ്ഞു, കഹ. I said to Hari, മേനെ ഹരീസെ കഹ, don't pluck the flowers. പൂക്കൾ പറിക്കരുത്. ഇനി അതിനെ ഹിന്ദിയിൽ എങ്ങനെ പറയാം? പൂക്കൾ എന്നുള്ളതിന് ഫൂൽ. ഡോണ്ട് പ്ലക്ക്, പറിക്കരുത് എന്നുള്ളതിന് മത് തോടോ, ഫൂൽ മത് തോടോ, പൂക്കൾ പറിക്കരുത്. മേനെ ഹരീസെ കഹ ഫൂൽ മത് തോടോ, ഞാൻ ഹരിയോട് പറഞ്ഞു, പൂക്കൾ പറിക്കരുത്. The principal said to the students, get out from my office. The principal said to the students, get out from my office. Principal said to the students എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു, get out from my office, എന്റെ ഓഫീസിൽ നിന്ന് പുറത്തു പോകൂ.
ഇവിടെ പ്രിൻസിപ്പാൾ എന്ന വാക്കിനെ ഹിന്ദിയിൽ പറയുന്നത് പ്രധാനാചാര്യ. ഇനി ആരോടാണ് പറയുന്നത്? സ്റ്റുഡൻസ് എന്നുള്ളതിന് ഹിന്ദിയിൽ ഛാത്ര. സ്റ്റുഡൻസിനോട് എന്ന് പറയുമ്പോ ഛാത്ര എന്ന വാക്കിനൊപ്പം സേ ചേരണം. അപ്പോ ഛാത്ര പ്ലസ് സേ ഛാത്രോസേ എന്നായി മാറുന്നു. പ്രധാനാചാര്യനെ ഛാത്രോസേ കഹ പറഞ്ഞു. പ്രധാനാചാര്യനെ ഛാത്രോസേ കഹ, പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഓഫീസ്, എന്റെ ഓഫീസിൽ നിന്ന് പുറത്തു പോകൂ. ഓഫീസ് എന്നതിന് ഹിന്ദിയിൽ കാര്യാലയ് എന്നാണ് പറയുന്നത്. ഓഫീസിൽ നിന്ന് എന്നായി മാറുമ്പോ അവിടെ കാര്യാലയ എന്ന വാക്കിനൊപ്പം സേ എന്ന കാരചിഹ്നം ചേരുന്നു. അതായത് കാര്യാലയ സേ. അപ്പോ എന്റെ കാര്യാലയം എന്ന് പറയുമ്പോ മേരാ കാര്യാലയം എന്ന് വരാതെ മേരെ കാര്യാലയ സേ എന്നായി മാറും. കാര്യാലയം എന്ന വാക്കിനൊപ്പം സേ എന്ന കാരചിഹ്നം വരുന്നത് കൊണ്ടാണ് അവിടെ മേര എന്നുള്ളത് മേരെ എന്നായി മാറുന്നത്. മേരെ കാര്യാലയ സേ. പുറത്ത് പോകൂ എന്ന് പറയുമ്പോ ബാഹർ ജായേ. മേരെ കാര്യാലയ സേ ബാഹർ ജായേ, എന്റെ ഓഫീസിൽ നിന്ന് പുറത്തു പോകൂ. പ്രധാനാചാര്യനെ ഛാത്രോസേ കഹ മേരെ കാര്യാലയ സേ ബാഹർ ജായേ, പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളോട് പറഞ്ഞു, എന്റെ ഓഫീസിൽ നിന്ന് പുറത്തു പോകൂ. അടുത്ത നോക്കാം. ഹി സെഡ് ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ്. ഹി സെഡ്, അവൻ പറഞ്ഞു. അവൻ വഹിന്റെ കൂടെ നേ ചേർക്കുമ്പോ ഉസ്നെ പറഞ്ഞു. കഹ, ഉസ്നെ കഹ. ഹി സെഡ്, അവൻ പറഞ്ഞു. ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ. എന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോ മേനെ നിർദ്ദേശ്. ഇനി അതിന്റെ കൂടെ നിർദ്ദേശങ്ങളെ അനുസരിക്കാനാണ് പറയുന്നത്. അപ്പോ മേരെ നിർദ്ദേശവും കാ പാലൻ കരെ, അനുസരിക്കുക അല്ലെങ്കിൽ പാലിക്കുക. ഉസ്നെ കഹ മേരെ നിർദ്ദേശവും കാ പാലൻ കരെ, അവൻ പറഞ്ഞു എന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഷീ ആസ്ക്ഡ് മീ, ആർ യു ഗോയിങ് ടു കോളേജ്? അവൾ എന്നോട് ചോദിച്ചു, ആർ യു ഗോയിങ് ടു കോളേജ്, താങ്കൾ കോളേജിൽ പോവുകയാണോ? ഇവിടെ അവൾ എന്നോട് ചോദിച്ചു. അവൾ വഹ, അതിന്റെ കൂടെ നേ ചേരുമ്പോ ഉസ്നെ. ചോദിക്കുക എന്നുള്ളതിന് പൂച്ചന, ചോദിച്ചു പൂച്ച. എന്നോട് മേ പ്ലസ് എ മുജ്സെ. ഉസ്നെ മുജ്സെ പൂച്ച, അവൾ എന്നോട് ചോദിച്ചു, ആർ യു ഗോയിങ് ടു കോളേജ്? ക്യാ ആപ് കോളേജ് ജാ രഹേ ഹേ? ക്യാ ആപ് കോളേജ് ജാ രഹേ ഹേ? താങ്കൾ കോളേജിൽ പോവുകയാണോ? ഷീ ആസ്ക്ഡ് മീ, ആർ യു ഗോയിങ് ടു കോളേജ്? ഉസ്നെ മുജ്സെ പൂച്ച, ക്യാ ആപ് കോളേജ് ജാ രഹേ ഹേ? അവൾ എന്നോട് ചോദിച്ചു, താങ്കൾ കോളേജിൽ പോവുകയാണോ? ഷീ ആസ്ക്ഡ് മീ, വിൽ യു ഹെൽപ്പ് മീ? ഷീ ആസ്ക്ഡ് മീ, വിൽ യു ഹെൽപ്പ് മീ? അവൾ എന്നോട് ചോദിച്ചു. ഉസ്നെ മുജ്സെ പൂച്ച. വിൽ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുമോ? അല്ലെ, ഇപ്പൊ ക്യാ തും പറയാ അല്ലെങ്കിൽ ആപ്പ് പറയാ. തും ആണ് പറയുന്നെങ്കിൽ ക്യാ തും മേരി സഹായത കരോഗി എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ കരോഗി. ഇവിടെ താങ്കൾ എന്നാണെങ്കിൽ ആപ്പ് എന്നാണ് പ്രയോഗിക്കേണ്ടത്. ക്യാ ആപ് മേരി സഹായത കരേങ്കി. സഹായത എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് മേരി സഹായത എന്ന് വന്നത്. ആപ്പ് എന്നുള്ള വാക്ക് കർത്ത, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്തെങ്കിൽ ക്രിയയ്ക്ക് വ്യത്യാസം വരേണ്ടത്. ആപ്പ് ആയതുകൊണ്ടാണ് കരേങ്കി. തും ആണെങ്കിൽ കരോഗെ അല്ലെങ്കിൽ കരോഗി. ക്യാ ആപ് മേരി സഹായത കരേങ്കി, താങ്കൾ എന്നെ സഹായിക്കുമോ? ഷീ ആസ്ക്ഡ് മീ, വിൽ യു ഹെൽപ്പ് മീ? ഉസ്നെ മുജ്സെ പൂച്ച, ക്യാ ആപ് മേരി സഹായത കരേങ്കി? അവൾ എന്നോട് ചോദിച്ചു, താങ്കൾ എന്നെ സഹായിക്കുമോ? അടുത്ത നോക്കാം. ഷീ സെഡ് ഇഫ് ഐ വർ എ ബേർഡ്. ഷീ സെഡ് ഇഫ് ഐ വർ എ ബേർഡ്. അവൾ പറഞ്ഞു, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ഇവിടെ ആയിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ. അപ്പോ അവൾ പറഞ്ഞു, ഉസ്നെ കഹ ഇഫ് ഐ വർ എ ബേർഡ്, ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ. ആയിരുന്നെങ്കിൽ എന്നുള്ളത് ആദ്യം വരണം ഹിന്ദിയിൽ. യദി, ഞാൻ. മേ, പക്ഷിയായിരുന്നെങ്കിൽ, പക്ഷി ഹോത്തി. യദി മേ പക്ഷി ഹോത്തി, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ഷീ സെഡ് ഇഫ് ഐ വർ ബേർഡ്. ഉസ്നെ കഹ യദി മേ പക്ഷി ഹോത്തി. അവൾ പറഞ്ഞു, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. നെക്സ്റ്റ് വൺ നോക്കാം. ഹി സെഡ് സീത ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഹി സെഡ് സീത ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഹി സെഡ്, അവൻ പറഞ്ഞു. ഉസ്നെ കഹ സീത ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ. സീത എത്ര സുന്ദരിയായ പെൺകുട്ടിയാണ്. അപ്പോ സീത എത്ര സുന്ദരിയാണെന്ന് പറയുമ്പോൾ കിത്നി സുന്ദർ, പെൺകുട്ടിയാണ്. ലഡ്കി ഹേ, സീത കിത്നി സുന്ദർ ലഡ്കി ഹേ, സീത എത്ര സുന്ദരിയായ പെൺകുട്ടിയാണ്. ഹി സെഡ് സീത ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ.
ഉസ്നെ കഹാ സീത കിത്നി സുന്ദർ ലഡ്കി ഹേ. അവൻ പറഞ്ഞു സീത എത്ര സുന്ദരിയായ പെൺകുട്ടിയാണ്. ഇന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ സെന്റൻസുകളും നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന സെന്റൻസുകളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഇപ്പൊ വീഡിയോ വന്നു കഴിഞ്ഞാൽ കമന്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. ഇപ്പൊ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ? എന്താണെങ്കിലും കമന്റിലൂടെ നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസിൽ മാറ്റം വരുത്തുന്നതുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.